ഇങ്ങനെയൊക്കെ ആളുകളാണുള്ളത്. പക്ഷെ അതിൻ്റെ ദുരന്ത ഫലം ന്യൂനപക്ഷ രാഷ്ട്രീയം കൂടി കടന്നു വന്നപ്പോൾ അർഹരല്ലാത്തവർ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നു. ഭരണചക്രം എന്നുള്ള ഈ വലിയ ചക്രം കറക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഭരണനേതൃത്വത്തിൽ വന്നപ്പോൾ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസമല്ല, ഭരിക്കേണ്ട കഴിവില്ല, അതിനുള്ള അറിവില്ല. പക്ഷേ അവർ ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ മാത്രം, ഇപ്പം നമുക്കറിയാം ഇന്ന് ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ ഇവിടെ MLA-മാരും MP-മാരും ആയവരുടെ സ്കൂൾ വിദ്യാഭ്യാസം എടുത്ത് നോക്കിയാൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലുള്ളവരൊക്കെ നമ്മുടെ MP-മാരായത് ന്യൂനപക്ഷത്തിന് കിട്ടിയൊരു അവകാശമാണ്, വിദ്യാഭ്യാസമില്ലാതെ കിട്ടിയൊരു അവകാശമാണത്. അപ്പോൾ അർഹരല്ലാത്തവർ സ്ഥാനത്ത് വരുന്നുണ്ട്. അത് ഈ മാറ്റിയെടുക്കാൻ പുള്ളിയെപ്പോലുള്ള ആളുകൾ രംഗത്ത് വന്നാൽ നടക്കും. പിന്നെ ഈ മതനവീകരണം മദ്രസ നവീകരണത്തെക്കുറിച്ച് ന്യായീകരിച്ചപ്പോൾ സംഗതി രാഷ്ട്രീയ വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും അതിലൊരു പ്രശ്നം, ഈ കുഞ്ഞു മനസ്സുകളിൽ മദ്രസകൾ ചെലുത്തുന്ന സ്വാധീനം. മദ്രസ നവീകരണത്തിന് ഞാൻ യു കലാനാഥൻ മാഷക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെയും അറബിയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളും മലയാളത്തിലാക്കിയിട്ട് തരാം, എന്നിട്ട് ഇത് പഠിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് സുപ്രീം കോടതി ചെന്നിട്ട് നമുക്ക് കേസിന് പോകണം. അതിൻ്റെ ഏകദേശം കലാനാഥൻ മാഷ് അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിത് ഫുള്ളും അറബിയിലുള്ളതൊക്കെ മലയാളത്തിലാക്കി മുജാഹിദിൻ്റെ, സുന്നിയുടെ, സമസ്തയുടെ എല്ലാവരുടെയും പാഠപുസ്തകങ്ങൾ വാങ്ങി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളും ഇതര മതര വിദ്വേഷങ്ങൾ വിലർത്തുന്നതോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് അറബി കോളേജിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടി വിഷമമായ രംഗത്താണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ മലയാളത്തിലാക്കിയിട്ട് കലാനാഥൻ മാഷ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? മദ്രസ നവീകരണത്തിന് എതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ. മാത്രമല്ല ഭൂരിപക്ഷത്തിന് കിട്ടാത്ത ഒരവകാശം ന്യൂനപക്ഷത്തിന് കൊടുത്തുകൂടാ. ഭൂരിപക്ഷത്തിന് കിട്ടാത്ത ഒരവകാശം ന്യൂനപക്ഷത്തിന് കൊടുക്കുമ്പോൾ ന്യൂനപക്ഷം അതിൻ്റെ മറവിൽ വളരുകയാണ്. ആ വളർച്ച മറ്റു സമൂഹങ്ങൾക്കും കൂടി ദോഷം ചെയ്യുന്ന വിധത്തിലാണ്. അതുകൊണ്ട് നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് ചിലതൊക്കെ കണ്ണടക്കാൻ പറ്റില്ല. പക്ഷെ അവനവൻ തന്ത്രമാണല്ലോ, യുക്തിബോധത്തിലൂടെ യുക്തി ചിന്തയിലൂടെ സെക്കുലറിസം അല്ലെങ്കിൽ സെക്കുലർ പ്രസ്ഥാനം എങ്ങനെ സമൂഹത്തിൽ രൂഢമൂലമാക്കാം എന്ന് നാം ചർച്ച ചെയ്യണം. യുക്തിവാദത്തിൻ്റെ രീതി പറയുമ്പോൾ ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും. ഈ മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ, സെക്കുലറിസത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ കുറേ ബോധമാവും എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ബഷീറിന് തന്നെ അദ്ദേഹത്തിന് ഈ വിഷയവുമായി അടുപ്പിക്കുന്നത് മതേതര ചിന്താഗതിക്കാരാണ്. ഇപ്പോൾ അയാൾ പറഞ്ഞു ഖുർആനിൽ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമില്ലാഹ്. ഇത് ചേകന്നൂരിൽ നിന്നാണ് ആദ്യമായി കേരള സമൂഹം കേൾക്കുന്നത്. അതുവരെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി തമ്മിൽ വളരെ അകൽച്ചയിലായിരുന്നു. നമുക്കറിയാം ഉദ്ഹിയ്യത്തിന് വലിയവരുന്നാക്ക് ഓരോ പള്ളിയിലും 18, 10, 20 മലപ്പുറം ജില്ലയിലെ പള്ളിയിൽ ഉദ്ഹിയ്യത്ത് ഇറക്കാറുണ്ട്. അടുത്ത വീട്ടിലെ രാജനക്ക് ഒരിക്കലും മാംസം കൊടുക്കാറില്ല. കാരണം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം ആർക്കും ഷെയർ ചെയ്യുക, ഇതര മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. ചേകന്നൂർ കൊടിയത്തൂർ വന്നിട്ട് പറഞ്ഞു ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്വാബി. ഈ ആയത്തോതിട്ട് ക്രിസ്ത്യാനികളും ജൂതരും സാബികളും എല്ലാ മതങ്ങൾക്കും മോക്ഷമുണ്ട്, മതമേതോ ആവട്ടെ, എല്ലാ തോടും ഒഴുകുന്നത് കടലിലേക്കായതുപോലെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. പ്രധാനമായും വേണ്ടത് ആമന ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കണം. പിന്നെ പാരത്രിക മോക്ഷത്തിലും വിശ്വസിക്കണം.